7ാം ക്ലാസ്സിലെ ശതമാനം എന്നുള്ള 13ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പേജ് നമ്പർ 190 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് നമ്മളൊരു ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ശതമാന രൂപം തന്നിട്ട് ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റി. അതായത് 12 ശതമാനം തന്നു. നമ്മളത് ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റാൻ എന്താ ചെയ്തത്? 1/100 ഇൻറ്റു 12 1/2. അതായത് 12 1/2 മിശ്ര ഭിന്നത്തിൽ നിന്ന് മാറ്റുമ്പോൾ 12 × 2 24 24 + 1 25 അല്ലേ. അപ്പോൾ 1/100. അതേപോലെ പിന്നെ ഇതിന് പകരം എന്തെഴുതാം? 25/2. ഇനി 25 × 1 25. പിന്നെ 100 × 2 200. അതായത് 25 വെച്ചിട്ട് ഇതിനെ നമ്മളൊന്ന് ചെറുതാക്കുകയാണ്. 25 ഒരു പ്രാവശ്യം, 200 25 8 പ്രാവശ്യം, 1/8. അപ്പോൾ ഭിന്നസംഖ്യാരൂപം എന്ത് കിട്ടി? 1/8 എന്ന് കിട്ടി. അതായത് ശതമാന രൂപം തന്നെ ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റുമ്പോൾ. ഇനി ഭിന്നസംഖ്യാരൂപം തന്നിട്ട് ശതമാന രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. ഭിന്നസംഖ്യാരൂപം അതായത് 1/8 തന്നു വിചാരിക്കുക. നമുക്കപ്പോൾ ശതമാന രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/8 തന്നാൽ, അതായത് ഇതൊരു ഭിന്നസംഖ്യയാണല്ലേ, അപ്പോൾ അതിന് നമ്മൾ ശതമാനത്തിലേക്ക് പറയാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. 1/8 ഇൻറ്റു 100. അപ്പോൾ 100/8. ഈ 100നെ 8 കൊണ്ട് ഹരിക്കുക കേട്ടോ. ഓക്കെ, 4 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിന് ഇതൊക്കെ പറയുമ്പോൾ 12 പിന്നെ എന്താണ് 8 4/8. അതായത് ശിഷ്ടമാണ് ഇതിൻ്റെ മേലേക്ക് എഴുതുക കേട്ടോ. 4/8. ഈ 4/8നെ ഒന്നുകൂടെ ചെറുതാക്കി പറയാൻ പറ്റും. എങ്ങനെ പറയാം? അതായത് 12. അതുപോലെ തന്നെ 4 ഒരു പ്രാവശ്യം, 8 4 2 പ്രാവശ്യം അല്ലേ. 1/2. അതായത് 12 1/2. കേട്ടോ. നമുക്ക് ആദ്യം കിട്ടിയത് ശതമാന രൂപം. ഇതുപോലെ നമുക്ക് വേറെ ഏത് തന്നാൽ, അതായത് ഫ്രാക്ഷൻ ഭിന്നസംഖ്യ തന്നാൽ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും? ശതമാന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 1/ അല്ലെങ്കിൽ 2/5. അപ്പോൾ 2/5 എന്നുള്ളത് ഭിന്നസംഖ്യാരൂപം. നമുക്ക് ശതമാന രൂപത്തിലേക്ക് മാറ്റാൻ 2/5 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 200/5 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 20 5 4. അപ്പോൾ ഒരു 0 40 ശതമാനം കിട്ടും അല്ലേ. നമുക്കിവിടെ 40%. ഇവിടെ നമുക്ക് ശതമാനം എഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വെച്ചാണ് നമ്മൾ 190 എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഫ്രാക്ഷനാണ് നമുക്ക് അവിടെ കിട്ടുക, ഭിന്നസംഖ്യയാണ് കിട്ടുക. ഭിന്നസംഖ്യ വന്നാൽ അത് ശതമാന രൂപത്തിലേക്ക് മാറ്റാൻ ഇൻറ്റു 100 ചെയ്താൽ മതി കേട്ടോ. പേജ് നമ്പർ 190 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 750 കുട്ടികളുടെ ഒരു സ്കൂളിൽ 40 പെൺകുട്ടികളുണ്ട്. ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികളുടെ എണ്ണം എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 750 കുട്ടികളാണുള്ളത് അല്ലേ. നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 450. പെൺകുട്ടികളുടെ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പെൺകുട്ടികളുടെ ശതമാനം എഴുതാം കേട്ടോ. അത് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം? അതായത് എത്രയാണോ പെൺകുട്ടികൾ ഉള്ളത് അത് മുകളിൽ കൊടുക്കുക. 450 ടോട്ടലാണ് നമ്മൾ താഴെ കൊടുക്കുക കേട്ടോ. എപ്പോഴും 750. ഇത് ഒരു ഭിന്നസംഖ്യയാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ പെൺകുട്ടികളുടെ ശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ശതമാനത്തിലേക്ക് മാറ്റാൻ ഇൻറ്റു 100 ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 450 750 ഇൻറ്റു 100. നമുക്കിതിൽ 0 ക്യാൻസൽ ചെയ്യാം. 45 75. 45ലും 75ലും 15 പോലെ. നമുക്ക് അത് വെച്ച് ഇതിനെ ഒന്ന്
ചെറുതാക്കി കൊടുക്കാം കേട്ടോ. അതായത് 15 × 3 45 അപ്പോൾ നമുക്ക് 15 വെച്ച് ഇതിനെ ഹരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ 3 വരും. പിന്നെ 75-നെ 15 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 5 കിട്ടും. അപ്പോൾ ഇനി ഇതിന് പകരം 445/75 പകരം നമുക്ക് എന്ത് എഴുതാം? 3/5 × 100. അതായത് 300 ഹരിക്കണം എന്താണ്? 5. 30-5 6 പ്രാവശ്യം അല്ലേ? 6×5 30, ഒരു 0 ഉണ്ട്, 60. അപ്പോൾ 60% എന്ത്? പെൺകുട്ടികളുടെ ശതമാനം എന്ന് പറയുന്നത് 60%. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. 30,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ 8,000 രൂപ ഭക്ഷണത്തിനായി ചെലവഴിക്കുന്നു. ഇയാളുടെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനമാണ് ഇത് എന്നാണ് ചോദ്യം. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്ര ശതമാനമാണ് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന തുകയുടെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുക? എത്രയാണോ ഭക്ഷണത്തിന് ചെലവഴിക്കുന്നത് അത് മുകളിൽ കൊടുക്കുക കേട്ടോ. ബൈ ടോട്ടൽ അയാളുടെ ശമ്പളം എന്ന് പറയുന്നത് 30,000. അപ്പോൾ 30,000. ഇനി ഇതിനെ നമുക്ക് എന്താണ്? ഒരു ഭിന്നസംഖ്യാരൂപത്തിലാണല്ലോ. അപ്പോൾ ഇതിലേക്ക് × 100 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ 0 ഒക്കെ ഒന്ന് ക്യാൻസലാക്കാം. ഇവിടെ 2 0 ഉണ്ട്, പിന്നെ 2 0 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ ക്യാൻസലാക്കാം. പിന്നെ 2 0, പിന്നെ ഇവിടെ 2 0. അപ്പോൾ നമുക്ക് 4 0 ഇവിടെ നിന്ന് ക്യാൻസലായി. ബാക്കി 80/3. 80-നെ 3 കൊണ്ട് ഹരിക്കുക കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര പെർസെൻറ്റേജാണ്? 26. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ, അതായത് ഇതിൻ്റെ ഛേദത്തിൽ എന്താണോ ആ നമ്പർ തന്നെ ഇതിൻ്റെ ഛേദത്തിൽ കൊടുക്കുക. ഇവിടുത്തെ ശിഷ്ടം ഉണ്ടല്ലോ, ഇത് മേലേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ 26 2/3% ആണ് ഇവർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന തുകയുടെ ശതമാനം എന്ന് പറയുന്നത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. 4,500 രൂപക്ക് വാങ്ങിയ സൈക്കിൾ 4,000 രൂപക്ക് വിൽക്കേണ്ടി വന്നാൽ നഷ്ടം എത്ര ശതമാനമാണ് എന്നാണ്. നഷ്ടം എത്ര ശതമാനം എന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നഷ്ടം കണ്ടുപിടിക്കണം അല്ലേ? ഇതിൻ്റെ നഷ്ടം എത്ര വരിക? അതായത് 4,500 രൂപക്ക് വാങ്ങി, അപ്പോൾ 4,500 വിറ്റത് 4,000. അപ്പോൾ ബാക്കി എത്ര വരും? 500 രൂപയാണ് എൻ്റെ നഷ്ടം. ഇനി നമുക്ക് ഇത് നഷ്ടശതമാനം കണ്ടുപിടിക്കണം അല്ലേ? നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? എത്രയാണോ നമുക്ക് നഷ്ടം അത് 500 ഇത് എത്ര രൂപക്കാണോ വാങ്ങിയത് അതാണ് ഇവിടെ കൊടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ വിറ്റ വില ഇവിടെ കൊടുക്കാൻ പാടില്ല. വാങ്ങിയത് ഇത് 4,500. അപ്പോൾ അത് കൊടുക്കുക. 4,500 × ഇതും ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യയാണ്, അതുകൊണ്ട് അത് കൊടുക്കുക. പിന്നെ ഈ 0 ഇവിടെ ക്യാൻസലാക്കാം. അപ്പോൾ 5/45. അപ്പോൾ 5-ലും 45-ലും പൊതുവായിട്ട് പോണത് 5 അത് വെച്ച് ഇതിനെ ചെറുതാക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 5-ന് പകരം കൂടെ 1 കൊടുക്കാം. 45-ന് 5 എത്ര പ്രാവശ്യം? 9. ഇതിങ്ങനെ എഴുതാല്ലേ? 1/9 × 100. അപ്പോൾ 100 × 100/9. 100-നെ 9 കൊണ്ട് ഹരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ 5 × 100 500/45 വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 100-നെ 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്കിത് ഹരിക്കുമ്പോൾ 11, മുകളിൽ 11. അപ്പോൾ 11 എഴുതുക. പിന്നെ ഇതിൻ്റെ ശിഷ്ടം അതാണ് ഇതിൽ മേലെ എഴുതുക. പിന്നെ ഇത്, അതായത് ഇതിൻ്റെ ഛേദത്തിൽ എന്താണ് നമ്പർ അത് 1/9. അപ്പോൾ 11 1/9%. അപ്പോൾ ഇതിൽ നാലാമത്തെ ചോദ്യം. 1,600 പേർ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 900 വോട്ട് കിട്ടി. ഇത് ആകെ വോട്ടിൻ്റെ എത്ര ശതമാനമാണ് എന്നാണ്. ഇതിലും നമുക്ക് ശതമാനം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ വിജയിച്ച ആൾക്ക് കിട്ടിയ
വോട്ടിൻ്റെ ശതമാനം കാണാം കേട്ടോ. അപ്പോൾ വിജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടുകളുടെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ആകെ വോട്ടുകൾ 1600, അത് നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കുക, അതായത് ഛേദത്തിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്ര വോട്ടുകൾക്ക് വിജയിച്ചു അതാണ് നമ്മൾ മുകളിൽ. അപ്പോൾ 900 ടോട്ടൽ എപ്പോഴും നിങ്ങൾ താഴെ കൊടുക്കാൻ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റായിരിക്കും. 1600 × 100, അതായത് ഇതും നമുക്കൊരു ഭിന്നസംഖ്യയാണല്ലോ. അപ്പോൾ നമ്മൾ × 100 ചെയ്യാം. നമുക്ക് ഇവിടുത്തെ 0 ക്യാൻസലാക്കാം, അതായത് 2 0 അല്ലേ. അപ്പോൾ ഇവിടെ വെട്ടി. ഇനി 9 × 100, അപ്പോൾ 900/16. ഇതിനെ ഹരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പകുതി എടുക്കുക കേട്ടോ. 900 നമ്മൾക്ക് ഒന്ന് പകുതിയാക്കുക, 2 വെച്ച് ഹരിക്കുക അതിനെ. അപ്പോൾ നമുക്കിതിനെ 2 വെച്ച് നോക്കുമ്പോൾ എത്ര കിട്ടും? ഇതിൻ്റെ പകുതി എടുക്കാൻ കേട്ടോ. ഹരിക്കണം 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 450 അല്ലേ. പിന്നെ 16ൻ്റെ പകുതി 8. ഇനി വേണമെങ്കിൽ ഇതിന് ഒന്നുകൂടെ നമുക്ക് 2 വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 450ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 225. 2 വെച്ച് നിങ്ങളൊന്ന് ഹരിച്ച് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ 8ൻ്റെ പകുതി എന്ന് പറയുന്നത് 4. ഇനി നമുക്ക് ഈ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ഹരിക്കാം കേട്ടോ. അതല്ല, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരും. അതിനേക്കാൾ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ എന്ത് ചെയ്യുന്നത്? 2 വെച്ചിട്ട് 2 നമ്പറിൻ്റെയും എന്തെടുക്കുന്നത്? പകുതി എടുക്കുന്നത്. അതായത് 2 വെച്ചിട്ട് ഈ സംഖ്യകളെ ഡിവൈഡ് ചെയ്യുക, ഹരിക്കണത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഹരിക്കുമ്പോൾ 56 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 50 = 56. പിന്നെ ഇതിൻ്റെ ഛേദത്തിൽ 4ആണ്. പിന്നെ ഇതിൻ്റെ ശിഷ്ടം വന്നിട്ട് 1ആണ്. അപ്പോൾ അത് മുകളിൽ കൊടുത്തു. /4 1/4 56 1/4 ശതമാനമാണ് എന്ത് വിജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടുകളുടെ ശതമാനം എന്ന് പറയുന്നത്. ഇതിലെ 5ാമത്തെ ക്വസ്റ്റ്യനാണ്. സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം. അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്കിവിടെ സജയൻ്റെ ശമ്പളം നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് കേട്ടോ. അതായത് സങ്കല്പിക്കുകയാണ്. സജയൻ്റെ ശമ്പളം 100 ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ സജയൻ്റെ ശമ്പളം 100 ആണെങ്കിൽ അജയൻ്റെ ശമ്പളം എന്തായിരിക്കും? അതിനേക്കാൾ 25% കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 100 + 25 125. ഇപ്പോൾ ഇവിടെ എത്രയാണ് കുറവ് വന്നത്? കുറവ് വന്ന ശമ്പളം 25. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? അതായത് കുറവ് വന്ന ശമ്പളം എങ്ങനെ കണ്ടുപിടിക്കുക? 125 - 100 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 25. അപ്പോൾ നമ്മൾ ഇനി കുറവ് വന്ന ശമ്പളത്തിൻ്റെ ശതമാനം കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ കുറവ് വന്ന ശമ്പളത്തിൻ്റെ ശതമാനം, കുറവ് എത്രയാണ് വന്നത്? 125 - 100 25. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? 25. അതായത് കുറവ് വന്ന ശമ്പളത്തിൻ്റെ ശതമാനം = 25ആണ് കുറവ് വന്നത്. അത് ടോട്ടൽ 125. പിന്നെ ഇത് ഫ്രാക്ഷനാണ്. അപ്പോൾ × 100. ഇതിന് നമ്മൾ 25 125 25 വെച്ച് ചെറുതാക്കുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഇതിനെ 1 ഇവിടെ 5 അല്ലേ. ഇതിന് പകരം 1/5 × 100. അതായത് 100 × 1 100. പിന്നെ /5 100ൽ 5 ഹരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 100ൽ 5 20% എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ് വന്നിട്ടുള്ളത്? എത്ര കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ അജയൻ്റെ ശമ്പളത്തേക്കാൾ 20% കുറവാണ് സജയൻ്റെ ശമ്പളം എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ അജയൻ്റെ ശമ്പളത്തേക്കാൾ 20% കുറവാണ് സജയൻ്റെ ശമ്പളം എന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്